എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടിയൊക്കെ അവിടെ വെച്ചേ കുഞ്ഞെ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീനക്കുഞ്ഞെ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞെ വിശേഷങ്ങള്? അന്നക്കുഞ്ഞ് മെലിഞ്ഞു പോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു പെട്ടതാ കുഞ്ഞെ. കുഞ്ഞ് നടന്നോ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇത് ആര്? ഷേളിമോളോ? വരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. കാണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ മോളെ? നീ എന്തൊന്നും അറിയിക്കാതെ? നിന്റെ അടുത്ത് വരെ എന്തോന്ന് അറിയിക്കാൻ? വാ ഇരിക്ക്. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാ. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ? അത് തന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങി പോന്നു. അപ്പൊ എങ്ങോട്ട് പോകുന്നത് വീട്ടിലറിയാവോ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടിയപ്പുറത്ത് ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ. നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഇതെന്തെടുത്തു? കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ 1-2 കോപ്പീസ് എനിക്ക് വേണം. കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല. മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ, പഞ്ചപാവാ. എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ളൊരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേയില്ല. മോളെ, ഷേലിയെ ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. സോറി, താഴെ ബാത്റൂം വെള്ളമില്ല. ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പിത്തരാം. ഇല്ല, ഞാൻ വിളമ്പാം. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അമ്മച്ചി അവിടെ ഇരുന്നു, ഞാൻ വിളമ്പിത്തരാം. ഞാൻ വിളമ്പാൻ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യത്! ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. അതെ. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. അത് തന്നെ തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞത് എന്റെ പൊന്നെ. അത് തന്നെ, കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി സമയം കിടക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ.
പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം കേട്ടോ. അയ്യോ വല്ലാത്ത തലവേദന. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയ ഞാൻ പൊന്നോണ്ടോ. നേരല്ലേ എന്താ അപ്പച്ച? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിടിച്ചെടുക്കേണ്ട വരും. അതന്നെ എന്റെ ദൈവമേ.